Hi all, welcome back to a new class. Today we are going to discuss about antenatal care. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ആൻറ്റിനേറ്റൽ കെയർ. എന്താണ് ആൻറ്റിനേറ്റൽ കെയർ? It is a systematic supervision, that is examination and advice of a woman during pregnancy is called antenatal care. പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സാമിനേഷനും അവരുടെ സൂപ്പർവിഷനും ആണ് നമ്മൾ ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത്. സോ ആൻറ്റിനേറ്റൽ കെയർ കംപ്രൈസസ് ഓഫ് എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. കെയർഫുൾ ഹിസ്റ്ററി ടേക്കിംഗ് ആൻഡ് എക്സാമിനേഷൻ, ദാറ്റ് ഈസ് ജനറൽ ആൻഡ് ഒബ്സ്റ്ററ്റിക്കൽ എക്സാമിനേഷൻ രണ്ടും ചെയ്യണം. അതുപോലെ തന്നെ അഡ്വൈസ് ഗിവൺ ടു ദ പ്രഗ്നൻറ്റ് വുമൺ, പ്രഗ്നൻറ്റ് വുമണ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരെ എക്സാമിൻ ചെയ്യുന്നതും ഹിസ്റ്ററി എടുക്കുന്നതും എല്ലാം കൂടി ചേർന്നതാണ് നമ്മളുടെ ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കമ്പോണൻസ്. ഇനി വാട്ട് ആർ ദി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻറ്റിനേറ്റൽ കെയർ? സോ ഫസ്റ്റ് എയിം ഈസ് ടു സ്ക്രീൻ ദ ഹൈ റിസ്ക് കേസസ്, അതായത് ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ സ്ക്രീൻ ചെയ്തെടുക്കുക. രണ്ട്, ടു പ്രിവെൻറ്റ് ഓർ ഡിറ്റക്റ്റ് ആൻഡ് ട്രീറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് എനി കോംപ്ലിക്കേഷൻ, എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിനുവേണ്ടി പ്രിവെൻഷന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. അടുത്തത് എൻഷുവർ കണ്ടിന്യൂഡ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ടു പ്രൊവൈഡ് ഓൺ ഗോയിങ് പ്രൈമറി പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ റിസ്ക് അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക പ്രൈമറി പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട്. അടുത്തത് ടു എഡ്യൂക്കേറ്റ് ദ മദർ അബൌട്ട് ദ ഫിസിയോളജി ഓഫ് പ്രഗ്നൻസി ആൻഡ് ലേബർ, അമ്മയെ ഫിസിയോളജി ഓഫ് പ്രഗ്നൻസി ലേബർ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്കസ് വിത്ത് ദ കപ്പിൾ അബൌട്ട് ദ പ്ലേസ്, ടൈം ആൻഡ് മോഡ് ഓഫ് ഡെലിവറി ആൻഡ് കെയർ ഓഫ് ദി ന്യൂ ബോൺ, ഒരു ന്യൂ ബോണിൻ്റെ കെയർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഡെലിവറി, അതുപോലെ തന്നെ എവിടെ ഡെലിവറി കണ്ടക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം തീർച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങൾ. സോ ടു മോട്ടിവേറ്റ് ദ കപ്പിൾ അബൌട്ട് ദ നീഡ് ഓഫ് ഫാമിലി പ്ലാനിങ്, അതായത് അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിയുന്നതോടുകൂടി അവരെ ഫാമിലി പ്ലാനിങ്ങുമായിട്ട് എന്താണ് അതിൻ്റെ അടുത്ത നടപടികൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസ്, മോട്ടിവേഷൻ എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു. ഇതെല്ലാമാണ് അതിൻ്റെ എയിംസ്. ടു സ്ക്രീൻ ദ ഹൈ റിസ്ക് കേസസ്, ടു പ്രിവെൻറ്റ് ഓർ ഡിറ്റക്ട് ആൻഡ് ട്രീറ്റ് ദ ഏർലിയസ്റ്റ് എനി കോംപ്ലിക്കേഷൻസ് ആൻഡ് to ensure continued risk assessment and provide ongoing primary preventive health care, to educate the mother about the physiology of pregnancy and labor, to discuss with the couple about the time, place and mode of delivery and care of newborn, to motivate the couple about the need of family planning. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് അതിൻ്റെ എയിംസ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് വൺ ഒബ്ജക്റ്റീവ് ഈസ് ടു എൻഷുവർ എ നോർമൽ പ്രഗ്നൻസി വിത്ത് ഡെലിവറി ഓഫ് എ ഹെൽത്തി ബേബി ഫ്രം എ ഹെൽത്തി മദർ. മൂന്ന് കാര്യങ്ങളാണ്: നോർമൽ പ്രഗ്നൻസി, ഡെലിവറി ഓഫ് എ ഹെൽത്തി ബേബി, ഫ്രം എ ഹെൽത്തി മദർ. ഈ മൂന്ന് കാര്യങ്ങളും ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ക്രൈറ്റീരിയ ഓഫ് എ നോർമൽ പ്രഗ്നൻസി എന്താണെന്ന് നോക്കാം. എന്താണ് ക്രൈറ്റീരിയ ഓഫ് എ നോർമൽ പ്രഗ്നൻസി? നോർമൽ പ്രഗ്നൻസി പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് എ സിംഗിൾ ബേബി എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് എ സിംഗിൾ ബേബി, അതായത് അതിൽ ട്വിൻസോ അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സോ ഒന്നും ആവാൻ പാടില്ല, സിംഗിൾ ബേബി ആയിരിക്കണം. രണ്ട്, ഇൻ ഗുഡ് കണ്ടീഷൻ, ബേബിയുടെ കണ്ടീഷൻ വളരെ ഗുഡായിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനിലായിരിക്കണം ബേബി ഉണ്ടാവേണ്ടത്. അടുത്തത് ടേം, അതായത് ബിറ്റ്വീൻ 38 and 42 വീക്സ്, 38 കംപ്ലീറ്റഡ് വീക്സ് ആൻഡ് ടു 42 വീക്സ് ഉള്ള പീരീഡിൻ്റെ ഇടയിലായിരിക്കണം നോർമൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. ദെൻ വിത്ത് ഫീറ്റൽ വെയ്റ്റ് ഓഫ് 2.5 kg ഓർ മോർ ആൻഡ് വിത്ത് നോ മെറ്റേണൽ കോംപ്ലിക്കേഷൻസ്. ഇത്ര എല്ലാം ചേർന്നാലാണ് ഒരു നോർമൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതായത് ഡെലിവറി ഓഫ് എ സിംഗിൾ ബേബി ഇൻ ഗുഡ് കണ്ടീഷൻ അറ്റ് ടേം ബിറ്റ്വീൻ 38 and 42 വീക്സ് വിത്ത് ഫീറ്റൽ വെയ്റ്റ് ഓഫ് 2.5 kg ഓർ മോർ ആൻഡ് വിത്ത് നോ മെറ്റേണൽ കോംപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ ചില ടെർമിനോളജിയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തത് നള്ളി പാര. ആൻഡ് നള്ളി പാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് വൺ ഹു ഹാസ് നെവർ കംപ്ലീറ്റഡ് എ പ്രഗ്നൻസി ടു ദ സ്റ്റേജ് ഓഫ് വയബിലിറ്റി. അതായത് ഒരു വയബിൾ ഫീറ്റസ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കാത്തൊരവസ്ഥ, അതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വയബിൾ ആയിട്ടുള്ളൊരു ബേബിയെ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് നള്ളി പാര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷീ മേ ഓർ മേ നോട്ട് ഹാവ് അബോർട്ടഡ് ട്രീസ്, അതായത് അബോർഷൻസ് ആണെങ്കിലും നമ്മൾ നള്ളി പാര എന്ന് പറയാം. ഒരു അബോർഷൻ വന്ന ഒരു വിമൻ ആണെങ്കിലും അവരെ നമ്മൾ നള്ളി പാര എന്ന് പറയാം.
അപ്പോൾ വയബിൾ ഫീറ്റസിനെ വോമ്പിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മൾ നള്ളിപ്പാര അല്ലാതിരിക്കുകയുള്ളൂ. അടുത്തത് നള്ളി ഗ്രാവിഡ. റൈറ്റ് സൈഡിൽ നോക്കുക, നള്ളി ഗ്രാവിഡ. നള്ളി ഗ്രാവിഡ ഈസ് വൺ ഹൂ ഈസ് നോട്ട് നൗ ആൻഡ് നെവർ ഹാസ് ബീൻ പ്രഗ്നൻറ്റ്. ഗ്രാവിഡ മീൻസ് പ്രഗ്നൻസി, പാര മീൻസ് ഡെലിവറി. അപ്പോൾ ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രഗ്നൻ്റേ ആയിട്ടില്ല. സോ നള്ളി ഗ്രാവിഡ ഈസ് വൺ ഹൂ ഈസ് നൗ ആൻഡ് നെവർ ഹാസ് ബീൻ പ്രഗ്നൻറ്റ്. അടുത്തത് പ്രൈമി പാര. പ്രൈമി എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ പ്രൈമി പാര മീൻസ് ഫസ്റ്റ് ടൈം ഡെലിവറി. സോ ഈസ് വൺ ഹൂ ഹാസ് ഡെലിവേർഡ് വൺ വയബിൾ ചൈൽഡ്, അതായത് ഒരു ജീവനോടെയുള്ള ഒരു ചൈൽഡിനെ ഡെലിവർ ചെയ്തു. ദെൻ പാരിറ്റി ഈസ് നോട്ട് ഇൻക്രീസ്ഡ് ഈവൻ ഇഫ് ദ ഫീറ്റസ് ആർ മെനി. അതായത് ട്വിൻസ് ആണെങ്കിലും ട്രിപ്ലെറ്റ്സ് ആണെങ്കിലും പാരിറ്റിയുടെ നമ്പറിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല. അടുത്തത് പ്രൈമി ഗ്രാവിഡ, വൺ ഹൂ ഈസ് പ്രഗ്നൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നവരെയാണ് നമ്മൾ പ്രൈമി ഗ്രാവിഡ എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടി ഗ്രാവിഡ ഈസ് വൺ ഹൂ ഹാസ് പ്രീവിയസ്ലി ബീൻ പ്രഗ്നൻറ്റ്. മുൻപ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ നമ്മളതിനെ മൾട്ടി ഗ്രാവിഡ എന്ന് പറയും. ഷീ മേ ഹാവ് അബോർട്ടഡ് ഓർ ഹാവ് ഡെലിവേർഡ് എ വയബിൾ ബേബി. എന്തെങ്കിലും ആവട്ടെ, എന്തുതന്നെയാണെങ്കിലും അവർ മുമ്പ് പ്രഗ്നൻ്റ് ആയ ശേഷം രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അവർ നമ്മൾ മൾട്ടി ഗ്രാവിഡ എന്ന് പറയും. അടുത്തത് മൾട്ടി പാര. മൾട്ടി പാര എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹൂ ഹാസ് കംപ്ലീറ്റഡ് വൺ ഹൂ ഹാസ് കംപ്ലീറ്റഡ് 2 or more pregnancies to the stage of viability or more. അതായത് 2 or അതിലധികമോ പ്രഗ്നൻസി വയബിളായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് മൾട്ടി പാര എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തത് പാർച്ചൂറിയൻസ്. പാർച്ചൂറിയൻ എന്ന് പറഞ്ഞാൽ പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം അല്ലേ. പാർച്ചൂറിയൻ എന്ന് പറഞ്ഞാൽ എ വുമൺ ഈസ് ഇൻ ലേബർ. അപ്പോൾ ലേബറിൽ അണ്ടർഗോ ചെയ്യുന്ന ഒരു വിമനെയാണ് നമ്മൾ പാർച്ചൂറിയൻ്റ് എന്ന് പറയാം. അടുത്തത് പ്യൂർപെറ. പ്യൂർപെറ എന്ന് പറഞ്ഞാൽ വുമൺ ഹു ഹാസ് ജസ്റ്റ് ഗിവൺ ബർത്ത്. അതായത് പ്യൂർപെറ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്നാണ് അർത്ഥം. ഇമീഡിയറ്റ് പോസ്റ്റ്നേറ്റൽ പീരീഡ് നമ്മൾ പ്യൂർപെറം എന്ന് പറയും. സോ പ്യൂർപെറ ഈസ് എ വുമൺ ഹു ഹാസ് ജസ്റ്റ് ഗിവൺ ബർത്ത്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചില ടെർമിനോളജീസാണത്. അടുത്ത നമ്മൾ EDD, അതായത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് നീഗൽസ് ഫോർമുല. അത് 1812 നെയ്ഗൽ എന്ന് പറഞ്ഞ വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്ങനെയാണ്? ബൈ ആഡിങ് 9 calendar months and 7 days to the first day of last menstrual period. സോ LMPയോട് 9 months plus 7 days ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് വേർഷൻ. പിന്നെ നമുക്കത് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ് എന്നാൽ നമ്മൾ ആ നിലവിലുള്ള മാസത്തിൽ നിന്നും 3 മാസം പുറകോട്ട് കലണ്ടർ മന്ത്സ് പുറകോട്ട് എണ്ണി അതിൻ്റെ ഇതുമായിട്ട് നമ്മൾ 7 days ആഡ് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള LMPയിൽ നിന്ന് 3 മാസം പുറകോട്ട് എണ്ണിയിട്ട് അതോട് 7 days ആഡ് ചെയ്ത നെക്സ്റ്റ് ഇയറിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. മറ്റത് 9 months നമ്മൾ പുറകോട്ട് ആഡ് ചെയ്യുന്നതിന് പകരം 3 months നമ്മൾ 9 months മുൻപോട്ട് ആഡ് ചെയ്യുന്നതിന് പകരം 3 months പുറകോട്ട് ആയിട്ട് നമ്മളതിനോട് 7 days ആഡ് ചെയ്യുക. എനിവേ 9 months and 7 days എന്നുള്ളതാണ് നീഗൽസ് ഫോർമുലയുടെ ആ ഒരു കോർ ആയിട്ടുള്ള ആസ്പെക്ട്സ്. 9 months and 7 days, അത് മറക്കാതിരിക്കുക. അടുത്തത് കോസസ് ഓഫ് എഡീമ ഇൻ പ്രഗ്നൻസി. ഇപ്പം ആൻറ്റിനേറ്റൽ പീരീഡ് നമ്മൾ പറഞ്ഞാൽ പ്രഗ്നൻറ്റ് പീരീഡാണ്. സോ ദർ ആർ സെവറൽ കോസസ് ദാറ്റ് എ വുമൺ ഹാസ് എഡീമ. അപ്പോൾ ഒന്നെന്താണ്? ഫിസിയോളജിക്കൽ കോസസ് ആയിരിക്കും. അതായത് ഗ്രാവിഡി യൂട്രസ് വന്ന് വലുതായി കംപ്രഷൻ വഴി വീനസ് റിട്ടേൺ കുറഞ്ഞ് അങ്ങനെ എഡീമ വരാം. അടുത്തത് പ്രീ എക്ലാംസിയ. നിങ്ങൾക്കറിയാം പ്രീ എക്ലാംസിയ സ്റ്റേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വരും ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അനീമിയ ആൻഡ് ഹൈപ്പോപ്രോട്ടീനീമിയ. അനീമിയ വരുമ്പോഴും ഹൈപ്പോപ്രോട്ടീനീമിയ വരുമ്പോഴും അവിടെ ആൽബുമിൻ പ്രശ്നങ്ങൾ വരുന്നത് കാരണം എഡീമ വരാനുള്ള സാധ്യത ഉണ്ട്. ദെൻ കാർഡിയാക് ഫെയിലിയർ വന്നാൽ നിങ്ങൾക്കറിയാം എഡീമ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ പ്രോട്ടീനൂറിയ കാരണം എഡീമ ഉണ്ടാവും. സോ ഇതെല്ലാം പ്രഗ്നൻസിയിലും എഡീമ വരാനുള്ള സാധ്യതകളാണ്. എന്തായാലും 70% വിമനും ഫിസിയോളജിക്കലായിട്ട് ലോവർ ലിംബ് എഡീമ കാണാറുണ്ട്. അടുത്തത് ഫിസിയോളജിക്കൽ എഡീമ എന്നുള്ളതാണ് പറയുന്നത്. ദ കോസസ് ഓഫ് ഫിസിയോളജിക്കൽ എഡീമ: ഇൻക്രീസ്ഡ് വീനസ് പ്രഷർ ഓഫ് ദ ഇൻഫീരിയർ എക്സ്ട്രീമിറ്റീസ് ബൈ ഗ്രാവിഡ് യൂട്രസ് പ്രസ്സിങ് ഓൺ ദ കോമൺ ഇലിയാക് വെയിൻ. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള യൂട്രസ് കോമൺ ഇലിയാക് വെയിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വീനസ് റിട്ടേണിലുണ്ടാകുന്ന അപാകത കാരണം എഡീമ വരുന്നതിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ എഡീമ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്ലൈറ്റ് ഡിഗ്രി ഓഫ് ആംഗിൾ എഡീമ. ആംഗിളിലായിരിക്കും പലപ്പോഴും ഈ എഡീമ കാണിക്കുന്നത്. ആൻഡ് യൂഷ്വലി കൺഫൈൻ ടു 1 leg. ഒരു കാലിലായിരിക്കും മിക്കവാറും. മോർ ഓൺ ദ റൈറ്റ് സൈഡ്. ദെൻ അൺഅസോസിയേറ്റഡ് വിത്ത്
ദ അതർ ഫീച്ചേഴ്സ് ഓഫ് പ്രീ എക്ലാംസിയയുടെ മറ്റ് ഫീച്ചേഴ്സൊന്നും കാണിക്കാറില്ല, അല്ലെങ്കിൽ പ്രോട്ടീനൂറിയ അതുപോലുള്ള ഒന്നും ഉണ്ടാവാറില്ല അസോസിയേറ്റഡ്, വെറും എഡീമ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ വിത്ത് ഡിസപ്പിയേഴ്സ് ഓൺ റെസ്റ്റ് എലോൺ, അത് കാല് പൊക്കി വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഡിസപ്പിയർ ആവും. ദെൻ അതർ പത്തോളജീസ് ഓഫ് കാർഡിയാക്, റീനൽ ആൻഡ് ഹെമറ്റോളജിക്കൽ ആർ ആബ്സെൻറ്റ്, അതായത് വേറെ ഒരു പത്തോളജിയും ഇല്ലാതെ വെറും ആംഗിൾ എഡീമ മാത്രം കാണിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഫിസിയോളജിക്കൽ എഡീമ എന്ന് പറയാം. അടുത്തത് നമ്മൾ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് ആൻറ്റിനേറ്റൽ പീരീഡ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അതിൽ ഹിമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, ABO, RH ഗ്രൂപ്പിംഗ്, ബ്ലഡ് ഗ്ലൂക്കോസ്, VDRL അതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ സെറോളജി, അതായത് ആൻറ്റിബോഡി സ്ക്രീനിങ് ചെയ്യാറുണ്ട് ചില ആൻറ്റിബോഡി പ്രത്യേക അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ യൂറിനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്, പ്രോട്ടീൻ, ഷുഗർ ആൻഡ് പസ് സെൽസ് ആണ്. സിഗ്നിഫിക്കൻറ്റ് പ്രോട്ടീനുറി ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ക്ലീൻ കാച്ച് സ്പെസിമെൻ, അതായത് മിഡ് സ്ട്രീം യൂറിൻ എന്ന് പറയും, അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്സ്റ്റിക് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പ്രസൻസ് ഓഫ് നൈട്രൈറ്റ്സ് ആൻഡ് ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സംശയിക്കണം. അതുപോലെ തന്നെ വേറൊരു ടെസ്റ്റാണ് സെർവൈക്കൽ സൈറ്റോളജി, അതായത് പാപ്പ് സ്മിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിലെ സെറോളജിക്കൽ ടെസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഗ്രൂപ്പിൽ പറയും. അതിൽ നമ്മൾ ആൻറ്റിബോഡി ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റുബെല്ല ഇമ്മ്യൂണിറ്റിയുടെ ആൻറ്റിബോഡി, അതുപോലെ തന്നെ HIV, HBsAg ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ സെറോളജിക്കൽ ടെസ്റ്റുകളായിട്ട് ആൻറ്റിനേറ്റൽ വിമന് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക് സ്ക്രീനിങ്, അതായത് മെറ്റേണൽ സിറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, MSAFP എന്ന് പറയും, മെറ്റേണൽ സിറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. അതുപോലെ തന്നെ ട്രിപ്പിൾ ടെസ്റ്റ് അറ്റ് 15 to 18 വീക്സ്. ഇതെല്ലാം നമ്മൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അതുപോലെ ഡൗൺ സിൻഡ്രോം, അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്, ട്രിപ്പിൾ ടെസ്റ്റും MSAFP ഒക്കെ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാൻ. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ട്രാൻസ് അബ്ഡമിനൽ സ്കാനോ അല്ലെങ്കിൽ ട്രാൻസ് വജൈനൽ സ്കാനോ ചെയ്യാം. അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏർലി പ്രഗ്നൻസി തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡേറ്റിംഗ്, അക്യുറേറ്റ് ഡേറ്റിംഗ്, എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരുകൂടി ഷുവറിറ്റി കിട്ടും. ദെൻ നമ്പർ ഓഫ് ഫീറ്റസസ്, എത്ര ജസ്റ്റേഷണൽ സാക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്പർ ഓഫ് ഫീറ്റസ് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രോസ് ഫീറ്റൽ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ യൂട്രൈൻ ഓർ അഡ്നെക്സൽ പത്തോളജി, യൂട്രസും അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസിലും വല്ല പത്തോളജി ഉണ്ടാവും തിരിച്ചറിയാനും എല്ലാം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മളെ സഹായിക്കും. അടുത്തത് വരുന്നത് ബുക്കിംഗ് സ്കാൻ എന്ന് പറഞ്ഞു. ഈ വാക്ക് ചോദിക്കാറുണ്ട്, ബുക്കിംഗ് സ്കാൻ. അതായത് എത്രാമത്തെ വീക്സിലാണ് നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 18 മുതൽ 20 ആഴ്ചകളിലാണ് നമ്മൾ ബുക്കിംഗ് സ്കാൻ നടത്തുന്നത്. എന്തിനാണ് ബുക്കിംഗ് സ്കാൻ നടത്തുന്നത്? ടു ഐഡൻറ്റിഫൈ ഡീറ്റെയിൽഡ് അനാറ്റമിക്കൽ സർവേ, ഫീറ്റൽ അനാറ്റമിക്കൽ സർവേ ആൻഡ് ടു ഡിറ്റക്റ്റ് എനി സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഇൻക്ലൂഡിങ് കാർഡിയാക് അബ്നോർമാലിറ്റീസ്. അതായത് കുട്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീറ്റൽ അനാറ്റമിക്കൽ സർവേയാണ് നമ്മൾ ബുക്കിംഗ് സ്കാനിൽ നടത്തുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും അനോമലി ഇൻക്ലൂഡിങ് കാർഡിയാക് അനോമലി ഉണ്ടോ എന്ന് നമ്മൾ അനോമലി സ്കാൻ എന്ന് പറയും. ദെൻ പ്ലാസൻ്റൽ ലോക്കലൈസേഷൻ, പ്ലാസൻ്റ എവിടെയാണ്, അപ്പർ സെഗ്മെൻ്റ് ആണോ, ലോവർ സെഗ്മെൻ്റ് ആണോ, പോസ്റ്റീരിയർ ആണോ, ആൻറ്റീരിയർ ആണോ എന്നൊക്കെ തിരിച്ചറിയാനും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഓരോ ആൻറ്റിനേറ്റൽ ചെക്കപ്പിലും ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതായത് ഒന്ന് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, അത് 28 and 36 വീക്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റ്, അത് എല്ലാ ആൻറ്റിനേറ്റൽ വിസിറ്റിലും ചെയ്യാറുണ്ട് ഫോർ പ്രോട്ടീൻ ആൻഡ് ഷുഗർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൻറ്റിനേറ്റൽ വിസിറ്റിൻ്റെ ഷെഡ്യൂളാണ്. ജനറലി ചെക്കപ്പ് ഈസ് ഡൺ അറ്റ് ദ ഇൻ്റർവൽ ഓഫ് 4 വീക്സ് അപ് ടു 28 വീക്സ്. അത് 28 ആഴ്ച വരെ ഓരോ 4 ആഴ്ച കൂടുമ്പോഴും ചെക്കപ്പ് ചെയ്യണം. അടുത്തത് ഇൻ്റർവൽ ഓഫ് 2 വീക്സ് അപ് ടു 36 വീക്സ്. അതായത് പിന്നീടുള്ള 28 മുതൽ 36 ആഴ്ച വരെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ചെക്കപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ 36 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഴ്ചകളിലും ചെക്കപ്പ് ചെയ്യണം. ഇതാണ് ആൻറ്റിനേറ്റൽ ചെക്കപ്പിൻ്റെ ഷെഡ്യൂൾ. ഇപ്പോൾ WHO കണക്ക് ഇത് പ്രകാരം നമ്മളുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ, അതായത് വികസ്വര രാജ്യങ്ങളിൽ, ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 4 വിസിറ്റ് വേണം എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് വിസിറ്റ് സെക്കൻഡ് ട്രൈമസ്റ്ററിലായിരിക്കണം ഫസ്റ്റ് വിസിറ്റ്, അറ്റ്ലീസ്റ്റ് ബൈ അറൗണ്ട് 16 വീക്സ്, 16 ആഴ്ചയോടുകൂടി മിനിമം ആദ്യത്തെ വിസിറ്റ് നടത്തിയിരിക്കണം എന്നാണ്. രണ്ടാമത്തെ വിസിറ്റ് 24-ൻ്റെയും 28-ൻ്റെയും ഇടയ്ക്ക്, 24 മുതൽ 28 ആഴ്ചയുടെ ഇടയ്ക്കായിരിക്കണം രണ്ടാമത്തെ വിസിറ്റ്. മൂന്നാമത്തെ വിസിറ്റ് 32-ാമത്തെ ആഴ്ചയിലും
4ാമത്തെ വിസിറ്റ് 36ാമത്തെ ആഴ്ചയിൽ. ഇതാണ് WHO പറയുന്നത്. അറ്റ്ലീസ്റ്റ് 4 വിസിറ്റ് ഷുഡ് ബി ദെയർ. ആ കണക്ക് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. 4 വിസിറ്റെങ്കിലും ഉണ്ടായിരിക്കണം WHO നിർദ്ദേശപ്രകാരം. പിന്നെ നമ്മൾ അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഗർത്ത് ഓഫ് ദി അബ്ഡമൻ ഇൻ എ പ്രഗ്നൻറ്റ് വുമൺ ഈസ് മെഷേർഡ് അറ്റ് ദ ലെവൽ ഓഫ് അംബ്ലിക്കസ്. അംബ്ലിക്കസിൻ്റെ ലെവലിലാണ് നമ്മൾ ഗർത്ത് ഓഫ് ദി അബ്ഡമൻ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഇൻക്രീസിങ്ങിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഗർത്ത് ഇൻക്രീസസ് ബൈ അബൌട്ട് 2.5 സെൻറ്റിമീറ്റർ പെർ വീക്ക്. ഒരാഴ്ച 2.5 സെൻറ്റിമീറ്റർ കൂടും. അത് നമ്മൾ കണക്ക് പറയുന്നത് 30 ആഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ 30 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയും 2.5 സെൻറ്റിമീറ്റർ കൂടും എന്നാണ് പറയുന്നത്. അതായത് അറൗണ്ട് ടേം ആകുമ്പോൾ 95 to 100 സെൻറ്റിമീറ്റർ ആയിരിക്കും അബ്ഡമിനൽ ഗർത്ത്. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി നമ്മൾ അലാമിങ് സൈൻസ് അല്ലെങ്കിൽ വാണിംഗ് സൈൻസ്, ഒരു ആൻറ്റിനേറ്റൽ പീരീഡിൽ ഒരു വിമൻ എന്തെല്ലാം വാണിംഗ് സൈൻസിനെ പറ്റി ബോധേഡായിരിക്കണം, എപ്പോഴാണ് അവർ ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പേഴ്സണലിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് വണ്ണാണ് ലീക്കേജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം വജൈന, ദെൻ വജൈനൽ ബ്ലീഡിങ്, അബ്ഡമിനൽ പെയിൻ ദാറ്റ് ഈസ് ഡിസ്ട്രസിങ് നേച്ചർ, ദെൻ ഹെഡ് ഏക്ക്, വിഷ്വൽ ചേഞ്ചസ്, ഡിക്രീസ് ഓർ ലോസ് ഇൻ ഫീറ്റൽ മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫീവർ, റഗർ, എക്സസ് വോമിറ്റിംഗ് ആൻഡ് ഡയറി. ഇനി നമ്മൾ പ്രഗ്നൻറ്റ് പീരീഡിലുള്ള ഡയറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദ ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ഷുഡ് ബി ആഡിക്വേറ്റ് ടു പ്രൊവൈഡ് ഗുഡ് മെറ്റേണൽ ഹെൽത്ത്, ഒപ്റ്റിമം ഫീറ്റൽ ഗ്രോത്ത്, സ്ട്രെങ്ത് ആൻഡ് വൈറ്റാലിറ്റി റിക്വയർഡ് ഡ്യൂറിങ് ലേബർ ആൻഡ് സക്സസ്ഫുൾ ലാക്ടേഷൻ. അതെല്ലാം നമ്മൾ എയിം ചെയ്തിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. അതായത് മെറ്റേണൽ ഹെൽത്ത്, ഫീറ്റൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ലേബറിനുള്ള സ്ട്രെങ്ത്തും വൈറ്റാലിറ്റിയും, അതുപോലെ തന്നെ ലാക്ടേഷൻ്റെ സമയത്ത് വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് കൊടുക്കാനുള്ള, ഇതെല്ലാം എയിം ചെയ്തുകൊണ്ട് വേണം നമ്മളെ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. ദ പ്രഗ്നൻസി ഡയറ്റ് ഐഡിയലി ഷുഡ് ബി ലൈറ്റ് ആയിരിക്കണം, ന്യൂട്രീഷ്യസ് ആയിരിക്കണം, ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം, റിച്ച് ഇൻ പ്രോട്ടീൻ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. അപ്പം നമ്മൾ ഇനി കലോറി റിക്വയർമെൻറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി ദർ ഇസ് ഇൻക്രീസ്ഡ് റിക്വയർമെൻറ്റ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഓഫ് മെറ്റേണൽ ടിഷ്യൂസ്, ഫീറ്റസ്, പ്ലാസൻഡ ആൻഡ് ഇൻക്രീസ്ഡ് ബേസൽ മെറ്റബോളിക് റേറ്റ്. അതായത് എല്ലാം കൊണ്ടും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ. ദ ഇൻക്രീസ്ഡ് കലോറി റിക്വയർമെൻറ്റ് ഈസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 300 ഓവർ നോൺ. അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ 300 കലോറി അധികം കൊടുക്കണം. സാധാരണ ഒരു വിമൺ കഴിക്കുന്നതിനേക്കാൾ 300 കലോറി അധികം കൊടുക്കണം പ്രഗ്നൻസി സ്റ്റേജിൽ. ആ ഒരു കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലി ദ ഡയറ്റ് ഇൻ പ്രഗ്നൻസി ഷുഡ് ബി ഓഫ് വിമൻസ് ചോയ്സ് ആസ് റിഗാർഡ് ടു ദ ക്വാണ്ടിറ്റി ആൻഡ് ടൈപ്പ്. ആ അമ്മയുടെ ഇഷ്ടം കൂടി നമ്മൾ പരിഗണിക്കണം ഭക്ഷണം കൊടുക്കുമ്പോൾ. പിന്നെ BMIയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കണക്കുകൾ വെയിറ്റ് ഗെയിനിനെ പറ്റി പറയുന്നതാണ്. അതായത് നോർമലായിട്ടുള്ള ഒരു BMI ഉള്ള ഒരു വിമൻ അറ്റ്ലീസ്റ്റ് 11 കിലോ പ്രഗ്നൻസി പീരീഡിൽ ഗെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത്. ദ വെയിറ്റ് ഗെയിൻ ഷുഡ് ബി, ഒപ്റ്റിമം വെയിറ്റ് ഗെയിൻ ഷുഡ് ബി 11 kg, 11 കിലോ മിനിമം കൂടിയിരിക്കണം എന്നുള്ളതാണ്. ഓവർ വെയ്റ്റ് ആയിട്ടുള്ള വിമൻ, അതായത് 26 to 29 BMI ഉള്ളവരാണെങ്കിൽ 7 കിലോഗ്രാം കൂടണം. അതുപോലെ തന്നെ ഒബീസ് വുമൻ, അതായത് 29 കൂടുതൽ BMI ഉള്ളവരാണെങ്കിൽ അതിനേക്കാൾ ഈ 7 കിലോയേക്കാളും കുറവായിരിക്കണം അവരുടെ വെയിറ്റ് ഗെയിൻ. അപ്പം നമ്മൾ ഇത്ര ആലോചിച്ചിരിക്കുക, നോർമലായിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 11 കിലോഗ്രാമാണ്. An excessive weight gain increases antepartum and intrapartum complications including fetal macrosomia. അപ്പോൾ വെയിറ്റ് ഗെയിൻ കൂടിക്കഴിഞ്ഞാൽ അത് ഡെലിവറിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം കുട്ടിയുടെ വലിപ്പം കൂടും, അതായത് ഫീറ്റൽ മാക്രോസോമിയ വരും. അപ്പോൾ നോർമൽ ഡെലിവറി അസാധ്യമാവും. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത ഉണ്ട്. ഇനി നമ്മൾ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഓഫ് വേരിയസ് ന്യൂട്രിയൻസ് ആണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ എടുത്തു പറയാം. നിങ്ങൾക്ക് അത് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്ത് കാണാം. ആദ്യത്തത് എനർജിയാണ്. അത് നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിൽ നിങ്ങൾക്കറിയാം 2200 കിലോ കലോറിയാണ് ഒരു വിമൻ്റെ. ഞാൻ പറഞ്ഞു 300 കിലോ കലോറി കൂടുതൽ വേണമെന്നുള്ളത്. അപ്പം 2500 വേണം പ്രഗ്നൻസി. അതേസമയം ലാക്ടേഷനിൽ നോക്കൂ 2600 കിലോ കലോറി വേണം. പ്രോട്ടീൻ ആണെങ്കിൽ 50 ഗ്രാം മതി നോർമൽ വിമന്, 60 ഗ്രാം പ്രഗ്നൻസിയിലും 65 ഗ്രാം ലാക്ടേഷനിലും വേണം. അയൺ 40 മില്ലിഗ്രാം പ്രഗ്നൻസിയിലും 30 മില്ലിഗ്രാം ലാക്ടേഷനിലും വേണം. കാൽഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1000 മില്ലിഗ്രാം പ്രഗ്നൻസിയിലും 1500 മില്ലിഗ്രാം ലാക്ടേഷനിലും വേണം. അതുപോലെ സിങ്ക് 15 മില്ലിഗ്രാമും 19 മില്ലിഗ്രാമും. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇനി സപ്ലിമെൻ്ററി ന്യൂട്രീഷണൽ തെറാപ്പിയെ പറ്റിയാണ്. ഇപ്പോൾ നോർമലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അയൺ ആൻഡ് ഫോളിക് ആസിഡാണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഇതാണ് അയൺ. സോ നോർമലി നമ്മൾ പ്രഗ്നൻസി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയൺ ബാലൻസ് ആണ്.
അതായത് കുട്ടിയുടെയും അമ്മയുടെയും എല്ലാം കൂടി മീറ്റ് ചെയ്യാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് മാത്രം സാധിക്കില്ല. സോ ദ ഡയറ്ററ്റിക് അയൺ ഈസ് നോട്ട് ഇനഫ് ടു മീറ്റ് ദ ഡെയിലി റിക്വയർമെൻറ്റ് എസ്പെഷ്യലി ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് പ്രഗ്നൻസി. ദസ് സപ്ലിമെൻ്ററി അയൺ തെറാപ്പി ഈസ് നീഡഡ് ഫോർ ഓൾ പ്രഗ്നൻറ്റ് മദേഴ്സ് ഫ്രം 16 വീക്ക് ഓൺവേർഡ്സ്. അപ്പോൾ 16ാമത്തെ ആഴ്ച മുതലാണ് അല്ലെങ്കിൽ 16 ആഴ്ച മുതലാണ് നമ്മൾ അയൺ തെറാപ്പി കൊടുക്കുകയുള്ളൂ. അതുവരെ നമ്മൾ അയൺ തെറാപ്പി കൊടുക്കാറില്ല. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എബൌട്ട് 10 ഗ്രാം പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് ഫെറസ് സൾഫേറ്റ്, അതായത് ഒരു ടാബ്ലറ്റ് ഫെറസ് സൾഫേറ്റിൽ 60 മില്ലിഗ്രാം ഓഫ് എലമെൻ്റൽ അയൺ ആണ്. അതൊക്കെ പോയിന്റുകളാണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. ദ ഡോസ് ഷുഡ് ബി പ്രൊപ്പോർഷണലി ഇൻക്രീസ്ഡ് ഫോർ ലോവർ ഹീമോഗ്ലോബിൻ ലെവൽ 2 to 3 ടാബ്ലറ്റ്സ് വരെ. അപ്പോൾ നമ്മൾ ലോവർ ഹീമോഗ്ലോബിൻ ലെവലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ടാബ്ലറ്റിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. 3 ടാബ്ലറ്റ്സ് പ്രൊവൈഡ് 45 മില്ലിഗ്രാം ഓഫ് അബ്സോർബബിൾ അയൺ. അതായത് 3 ടാബ്ലറ്റ് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് 45 മില്ലിഗ്രാം അയണാണ്. അപ്പം അത് 45 മില്ലിഗ്രാം അയണാണ് നമ്മളെ 3 ടാബ്ലറ്റ് കഴിയും. അപ്പോൾ ഒരു ടാബ്ലറ്റ് വെച്ച ശേഷം 15 മില്ലിഗ്രാം 60 മില്ലിഗ്രാം ടാബ്ലറ്റിൻ്റെ എലമെൻ്റൽ അയണിൻ്റെ ഒരു ഗുളിക കഴിക്കുമ്പോൾ നമ്മളെ 15 മില്ലിഗ്രാം, അതായത് 4-1 അബ്സോർബ് ആവുന്നുള്ളൂ. ആൻഡ് സപ്ലിമെൻ്ററി വൈറ്റമിൻസ് ആർ ടു ബി ഗിവൺ ഡെയിലി ഫ്രം 20th വീക്ക് ഓൺവേർഡ്സ്. വൈറ്റമിൻസ് നമ്മൾ 20 ആഴ്ച മുതൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ കേസസ് വിത്ത് പ്ലാസൻറ്റ പ്രീവിയ, പ്രീ എക്ലാംസിയ, സിവിയർ അനീമിയ ആൻഡ് സിക്കിൾ സെൽ ഡിസീസ്. അപ്പോൾ എയർ ട്രാവലാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. എയർ ട്രാവൽ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ കേസസ് വിത്ത് പ്ലാസൻറ്റ പ്രീവിയ, പ്രീ എക്ലാംസിയ, സിവിയർ അനീമിയ ആൻഡ് സിക്കിൾ സെൽ ഡിസീസ്. പ്ലാസൻറ്റ പ്രീവിയ എന്തായാലും മറക്കാതിരിക്കുക. പിന്നെ പറയാനുള്ളത് ഇമ്മ്യൂണൈസേഷനെ പറ്റിയാണ്. അപ്പം ആൻറ്റിനേറ്റൽ പീരീഡിലെ ഇമ്മ്യൂണൈസേഷൻ, അത് ലൈവ് വാക്സിൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അതായത് റുബെല്ല, മീസിൽസ്, മംസ്, വാരിസെല്ല, യെല്ലോ ഫീവർ, ഇതൊന്നും നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ കൊടുക്കാൻ പാടില്ല. അതേസമയം നമുക്ക് റാബീസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ ടോക്സോയിഡ്സ്, അതായത് ടെറ്റനസ് ടോക്സോയിഡ്, ഡിഫ്തീരിയ ടോക്സോയിഡ്, ഇതെല്ലാം നമുക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കൊടുക്കേണ്ടത് ടെറ്റനസ് ആണ്. ടെറ്റനസ് ഇമ്മ്യൂണൈസേഷൻ അമ്മയെ മാത്രമല്ല കുട്ടിയുടെ പോസ്റ്റ് നേറ്റൽ പീരീഡിലും കുട്ടിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെറ്റനസ് ഇമ്മ്യൂണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയോനാറ്റൽ ടെറ്റനസ് ഒഴിവാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ് ടെറ്റനസ്. അതൊരിക്കലും മറക്കാൻ പാടില്ല. സോ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇതുവരെ 5 വർഷത്തിനുള്ളിൽ ഇമ്മ്യൂണൈസ്ഡ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ 0.5 ml TT നമ്മൾ IM ആയിട്ട് കൊടുക്കും. 6 വീക്സ് ഇൻ്റർവെല്ലാണ് അതിൻ്റെ പീരീഡ്. 2 ഡോസായിട്ടാണ് കൊടുക്കുക. ആദ്യത്തെ ഡോസ് 16 ആഴ്ചേൻ്റെ 24 ആഴ്ചേൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കണം. ദെൻ അപ്പം കഴിഞ്ഞ ഒരു പ്രഗ്നൻസി 3 വർഷത്തിനുള്ളിലാണെങ്കിൽ, ഓൾറെഡി ഒരു ഇമ്മ്യൂണൈസേഷൻ ഒരു ഡോസ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബൂസ്റ്റർ ഡോസ് മാത്രം കൊടുത്താൽ മതി. അത് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രം ഒരു ബൂസ്റ്റർ ഡോസ് കൊടുത്താൽ മതി. അതാണ് പറയുന്നത്. അപ്പോൾ 2 ഡോസാണ് TT ഉള്ളത്. അത് ഫസ്റ്റ് ഡോസ് നമ്മൾ 16ൻ്റെ 24 ആഴ്ചേൻ്റെ ഇടയ്ക്ക് കൊടുക്കുക. പിന്നെ ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ രണ്ടാമത്തെ ഡോസും കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർണിംഗ് സൈനിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഒരു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ആൻറ്റിനേറ്റൽ പീരീഡ് മദറിനെ നമ്മൾ വാൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, പെയിൻഫുൾ യൂട്രൈൻ കൺട്രാക്ഷൻ at the interval of about 10 minutes or earlier and continued for at least 1 hour, suggestive of onset of labor. ലേബർ തുടങ്ങാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് പെയിൻഫുൾ യൂട്രൈൻ കൺട്രാക്ഷൻ അറ്റ് എ ഇൻ്റർവെൽ ഓഫ് അബൌട്ട് 10 minutes or earlier, കണ്ടിന്യൂഡ് ഫോർ അറ്റ്ലീസ്റ്റ് 1 hour. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സഡൻ ഗഷ് ഓഫ് വാട്ടറി ഫ്ലൂയിഡ് പെർ വജൈനം, സജസ്റ്റീവ് ഓഫ് PROM, ദാറ്റ് ഈസ് പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻസ്. ദെൻ ആക്റ്റീവ് വജൈനൽ ബ്ലീഡിങ്, ഹവർ സ്ലൈറ്റ് ഇറ്റ് മേ ബി. വജൈനൽ ബ്ലീഡിങ് എത്ര കുറച്ചാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ ഉള്ളത് മൈനർ എയിൽമെൻറ്റ്സ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതിലുള്ള പോയിന്റുകളാണ് ഇതെല്ലാം. നോസിയ ആൻഡ് വോമിറ്റിംഗ്, ബാക്ക് ഏക്ക്, കോൺസ്റ്റിപ്പേഷൻ, ലെഗ് ക്രാംസ്, ഹാർട്ട് ബേൺ, വേരിക്കോസ് വെയിൻസ്, ഹെമറോയിഡ്സ്, കാർപ്പൽ ടണൽ സിൻഡ്രോം, റൗണ്ട് ലിഗമെൻറ്റ് പെയിൻ, ടാലിസം അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സലൈവറി സെക്രീഷൻ, സിങ്കോപ്പ്, ആംഗിൾ എഡീമ, വജൈനൽ ഡിസ്ചാർജ്. അടുത്തത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. അപ്പം അതെന്താണ്? ഒരു കൺസെപ്ഷന് മുമ്പായിട്ട് കപ്പിളിന് കൊടുക്കുന്ന കൗൺസിലിങ്ങിനാണ് നമ്മൾ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ കൗൺസിലിംഗ് ഗിവൺ ടു ദ കപ്പിൾ ബിഫോർ ദ ആക്ച്വൽ കൺസെപ്ഷൻ, ദാറ്റ് ഈസ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. ഒബ്ജക്റ്റീവ് എന്താണ്?
അതായത് ഒരു വിമൺ എൻറ്റേഴ്സ് ദ പ്രഗ്നൻസി വിത്ത് ആൻ ഒപ്റ്റിമൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് വിച്ച് വുഡ് ബി സേഫ് ഫോർ ബോത്ത് ഹെർസെൽഫ് ആൻഡ് ദ ഫീറ്റസ്. ആ അമ്മയ്ക്കും കുട്ടിക്കും ഒരേപോലെ സേഫ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിലായിരിക്കണം അമ്മ പ്രഗ്നൻ്റ് ആവുന്നത്. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രീ കൺസെപ്ഷണൽ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്നൊരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 4 milligram ഫോളിക് ആസിഡ് പെർ ഡേ സ്റ്റാർട്ടിങ് 4 weeks പ്രയർ ടു ദ കൺസെപ്ഷൻ അപ് ടു ദ 12 weeks ഓഫ് പ്രഗ്നൻസി. അതായത് നമ്മൾ പ്രീ കൺസെപ്ഷനിലായിട്ട് ഫോളിക് ആസിഡ് കൊടുക്കും. ഇങ്ങനെയുള്ള പ്ലാൻ ചെയ്ത പ്രഗ്നൻസി ആണെങ്കിൽ അതിന് നമ്മൾ 4 milligram ടാബ്ലറ്റാണ് കൊടുക്കുക. 4 weeks പ്രയർ ടു ദ കൺസെപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രഗ്നൻസി 12 week ആവുന്നതുവരെ കൊടുക്കും. ഇതിൻ്റെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ സമ്മറിയാണ് ഇനി പറയാൻ പോകുന്നത്. ആൻറ്റിനേറ്റൽ കെയറിൻ്റെ സമ്മറി, അതായത് കെയർഫുൾ ഹിസ്റ്ററി ടേക്കിംഗ് ചെയ്യണം, തറോ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ജനറലും ഒബ്സ്റ്ററ്റിക്കും ചെയ്യണം, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് റുട്ടീൻ ആൻഡ് സ്പെഷ്യൽ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ദെൻ അഡ്വൈസ് ഡയറ്റിംഗ് സ്പെസിഫിക് ടു എനി പ്രോബ്ലം, ദെൻ സബ്സിക്വൻറ്റ് വിസിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ഷെഡ്യൂളെല്ലാം, പിന്നെ മെറ്റേണൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വെയിറ്റ്, BP, പാലർ, സിംറ്റം അനാലിസിസ്, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹൈ റിസ്ക് ഫാക്ടേഴ്സ്. ദെൻ ഫീറ്റൽ ഹെൽത്ത് ആണെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത്, ഫണ്ടൽ ഹൈറ്റ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം, പ്രസൻറ്റേഷൻ ആൻഡ് ഫീറ്റൽ ആക്ടിവിറ്റി. പിന്നെ കപ്പിൾ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു, കൗൺസിലിംഗ് ആൻഡ് അഡ്വൈസ്. ദെൻ പ്രിപ്പറേഷൻ ഫോർ ചൈൽഡ് ബർത്ത്, കപ്പിൾ ഈസ് ഇൻഫോംഡ് അബൌട്ട് ദ ലേബർ കോഴ്സ്, ഡെലിവറി, ദ നീഡ് ഫോർ ഓപ്പറേഷൻ അനസ്തീഷ്യ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം ഇതിൻ്റെ ഏറ്റവും കീ പോയിൻറ്റ്സ് ആയിട്ട് പറയുകയാണ്, പ്രഗ്നൻസി ഈസ് എ ഫിസിയോളജിക്കൽ ഇവൻറ്റ്, മോസ്റ്റ് പ്രഗ്നൻസീസ് ആർ നോർമൽ. Then risk assessment, that is early detection of risk factors and management, health education, advocacy, all are the key elements of antenatal care. Then already പറഞ്ഞു preconceptional folic acid supplementation should be given for all women planning from pregnancy from 4 weeks before and continued for 3 months, that is up to 12 weeks. Then ultrasound examination 16 and 20 weeks ചെയ്യണം. ഇത് അക്യുറേറ്റ് ജസ്റ്റേഷണൽ ഏജ്, ഫീറ്റൽ അബ്നോർമാലിറ്റി, വയബിലിറ്റി, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. വിമൻ ഷുഡ് ബി മോണിറ്റേർഡ് ഫോർ ഒപ്റ്റിമം വെയിറ്റ് ഗെയിൻ, അത് ഞാൻ പറഞ്ഞു 11 കിലോ വേണം മിനിമം. ദെൻ വിമൻ ഷുഡ് ഡു ദെയർ നോർമൽ ആക്ടിവിറ്റീസ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, എക്സസീവ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പാടില്ല. ആൻറ്റിനേറ്റൽ കെയർ ഇസ് കണ്ടിന്യൂഡ് പ്രൈമറി ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ. ആൻറ്റിനേറ്റൽ കെയർ ഇസ് എ കണ്ടിന്യൂഡ് പ്രൈമറി ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ. സബ്സിക്വൻറ്റ് വിസിറ്റ്സ് ആർ ഡൺ ടു അസസ് നോർമൽ ഫീറ്റൽ വെൽബീയിങ്. ലിസ്റ്റ് ഓഫ് വാർണിംഗ് സൈൻസ് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ്, നമ്മളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡയറ്റ് ഇൻ പ്രഗ്നൻസി ഷുഡ് ബി ലൈറ്റ്, ഫ്രീക്വൻറ്റ്, ഈസിലി ഡൈജസ്റ്റബിൾ, റിച്ച് ഇൻ പ്രോട്ടീൻ, മിനറൽസ്, വിറ്റാമിൻസ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ കീ പോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റായി സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിൻറ്റുകൾ ഓർത്ത് വയ്ക്കുക, അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇത് ഇത്രയും വെച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക.